ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇവിടെ പോവുകയാണെന്ന്. അതായത് ഞാൻ കണ്ണൂരേക്ക് പോവാണ് കേട്ടോ. കണ്ണൂർ ചെറിയ 2-3 ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതിന് പോകുമ്പോൾ വീഡിയോ എടുത്താണ് കേട്ടോ. ഞങ്ങൾ റോഡിലേക്കല്ല പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഇതിലേക്കൂടെ പോകാൻ മഴ വന്ന ഒരു ടാസ്ക്കാണ് കേട്ടോ പോവാൻ. ഇവിടെ ചെറിയൊരു തോടുണ്ട്, ഞങ്ങൾ തോടെന്ന് പറയും. വെള്ളം കെട്ടി നിന്നിട്ട് പോകാൻ വിഷമമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോയി അപ്പുറത്ത് തന്നെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ പോയി കാലൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ പോക്ക്. ഇതിലേ പോകുമ്പോൾ കേട്ടോ 2-3 വഴിയുണ്ട് ഇതിലേ പോകുമ്പോൾ. പക്ഷെ ഇതിലാണ് കേട്ടോ എളുപ്പം വേഗം പോകാൻ വേണ്ടി റോഡുമ്പിലേക്ക് എത്തുന്നത്. ഇതിലേ കൂടെയാണ്. ചളിയായാലും നമ്മൾ ഇതിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പുറത്ത് തന്നെ വീടുണ്ട്. വീട്ടിൽ പോയി കാലൊക്കെ കഴുകിയിട്ടാട്ടോ പിന്നെ പോകുന്നത്. നമ്മൾ പണ്ടേ ഉണ്ടായ വഴിയാണ് കേട്ടോ. എൻ്റെ ഓർമ്മയിൽ നമ്മളെല്ലാം സ്കൂളിൽ പോകുന്ന സമയത്ത് ഉണ്ടായ വഴിയാണ്. പക്ഷെ പിന്നെ അപ്പുറത്തിപ്പുറത്തൊക്കെ വീടുകളും വേറെ പുതിയ വഴിയൊക്കെ വന്നതിൽ കൂടെ ആൾ കൂടുതൽ നടക്കാതായി. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാടെല്ലാം കയറിയിട്ട് വഴി നേർക്കില്ലാത്തത്. ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇപ്പുറം കുറച്ചും കൂടി ക്ലിയർ നല്ല വീടുകളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലത്തെ നടക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. നമുക്ക് തളിപ്പറമ്പിലേക്ക് വരാൻ വേഗം ബസ്സൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഓട്ടോക്ക് വന്നു. അവിടുന്ന് പിന്നെ കണ്ണൂരേക്ക് ബസ്സിന് പോകാം കേട്ടോ. ഞാനും അനിയത്തിയാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ കണ്ണൂരെത്തി. ഞങ്ങൾ 2 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി പക്ഷേ അവിടുന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഉച്ച സമയമാണ്. പിന്നെ ഇനി ഫുഡ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഉച്ചക്ക് 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. നല്ല പിന്നെ പൊതിച്ചോറ് കണ്ടപ്പോൾ പൊതിച്ചോറ് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ചോറ് കണ്ടപ്പോൾ ഞാനും ഏട്ടത്തിയും ചോറ് എടുത്തു. അതിനകത്ത് പിന്നെ കിഴിപ്പൊറോട്ട എടുത്തത് കേട്ടോ. പൊതിച്ചോറല്ലേ വെച്ചിട്ട് തുറന്ന് നോക്കുമ്പോൾ ചോറ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി കറികളൊക്കെ വേറെ ഒഴിച്ച് തരികയാണ് കേട്ടോ ചെയ്തത്. പൊതിച്ചോറ് കണ്ടപ്പം അവിടെ പേക്ക് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടപ്പം നമ്മൾ പൊതിച്ചോറ് കഴിക്കേണ്ട കൊതി കൊണ്ട് അങ്ങനെ മേടിച്ചതായിരുന്നു. പക്ഷെ ഒരു ടേസ്റ്റും ഇല്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഇല്ല കേട്ടോ. ഒട്ടും ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. ഇത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ തന്നെയാണ് കേട്ടോ. പക്ഷേ അന്നത്തെ ദിവസം അങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ എന്നിട്ടൊരു മുട്ട ഓംപ്ലേറ്റ് മേടിച്ചിരുന്നു. പക്ഷെ അതും മാത്രമേ കഴിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ അനിയത്തിൻ്റെ കീഴ് പൊറോട്ടയിൽ നിന്ന് കൈയിട്ട് വാരി കേട്ടോ. പൊറോട്ട കുറച്ച് കഴിച്ചു. പിന്നെ നമ്മൾ ചായയും കല്ലുമ്മക്കായി മേടിച്ച് കഴിക്കുകയാണ് ചെയ്തത്. അനിയത്തി കീഴ് പൊറോട്ടയാണ് കേട്ടോ. പക്ഷെ അതൊന്നും ചൂടൊന്നുമില്ല കേട്ടോ. അതെല്ലാം മുന്നേ റെഡിയാക്കി വെച്ചതായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് കഴിച്ചു. ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ നോക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഡ്രസ്സിൻ്റെ കടയിലേക്ക് പോയതാണ്. ഫാമിലിയിലാണ് കേട്ടോ പോയത്. ഫാമിലിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. എത്താത്ത പിന്നെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ പോകുന്നത്. ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല കേട്ടോ. ഇവിടെ കയറിയാൽ നമുക്ക് എല്ലാ സാധനം കിട്ടും. ഡ്രസ്സിൻ്റെ ഐറ്റംസ് എല്ലാം ഓരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആ റൂമിലേക്കുള്ള ബെഡ് അങ്ങനെ കിട്ടും. ചെരുപ്പ്, ഫാൻസി എല്ലാം ഇതിലുണ്ട് കേട്ടോ. പിന്നെ എല്ലാ സ്ഥലത്തും സെപ്പറേറ്റ് തന്നെ കേട്ടോ. ഡ്രസ്സ് വെച്ചാലും ഓരോ റേറ്റ് അനുസരിച്ചിട്ട് വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ റേറ്റിനനുസരിച്ചിട്ടുള്ള അതുകൊണ്ട് നമുക്ക് പോയി നോക്കുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് വലിച്ചിടണ്ട. നമുക്ക് 2000-ൻ്റെതും പിന്നെ 1000-ൻ്റെതും പിന്നെ 3000-ൻ്റെ മേലെയുള്ള ഡ്രസ്സും അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ കുറച്ച് നോക്കി. അവിടെ ഇരിക്കാൻ തന്നെ ഒരു പാർക്കിൽ പോയിട്ട് ഇരിക്കുന്ന ഫീലാണ് കേട്ടോ. അനിയത്തിക്കായിരുന്നു കേട്ടോ ഡ്രസ്സ് എടുക്കേണ്ടത്. കണ്ണൂരൊക്കെ പോയി ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഒന്ന് ഇവിടെ കയറി നോക്കാം കേട്ടോ. പക്ഷെ എല്ലാം റേറ്റ് കൂടുതലുള്ളതുകൊണ്ട് കുറഞ്ഞുള്ളതുണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട്. 3000-ന് സംതിങ് മേലെയുള്ള ഡ്രസ്സാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്ത് തന്നെ 2000-ൻ്റെത് പിന്നെ 1000-ൻ്റെത്. കുറച്ച് ലെങ്ത് വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ ഒരുപാട് കൂട്ടുകാർ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ഇതിനൊക്കെ 3000 സംതിങ് ആണ് കേട്ടോ വരുന്നത് ഈ ഡ്രസ്സിനെല്ലാം. അങ്ങനെ ഒരു ഡ്രസ്സ് എടുത്തു. പക്ഷേ ആ എടുത്തത് ഏതാണെന്ന് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ നേരെ മുകളിൽ നിന്നാണ് ഗൗണിൻ്റെത് കേട്ടോ. ഗൗൺ സെക്ഷനും പിന്നെ കോട്ട് ഡ്രസ്സൊക്കെ ആയിട്ട് അത് മുകളിൽ തന്നെയാണ്. ഒറ്റ ഇതിലാണ് കേട്ടോ. ഇവിടുന്ന് എടുത്തിട്ടില്ല. ഇവിടുന്ന് ഞങ്ങൾ ജസ്റ്റ് നോക്കാൻ വേണ്ടിക്ക് വന്നതാണ് കേട്ടോ. ഗൗണൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നതായിരുന്നു. അവിടെ എത്തിയ സമയത്ത് ഞങ്ങളൊന്ന് മേലേം കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷെ എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. എന്നുവെച്ചാൽ എല്ലാ തരങ്ങളും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെരുപ്പ് എടുത്തു. അനിയത്തിക്കും ചെരുപ്പ് ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെരുപ്പൊക്കെ നോക്കി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ. അതും ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ട്.
അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇവിടെ കയറി കഴിഞ്ഞാൽ. എന്താ വെച്ചാൽ എല്ലാ സാധനം കിട്ടും, ഓരോ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല എല്ലായിടത്തും ഇരിക്കേണ്ട സൗകര്യമുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാനും കുട്ടികൾക്ക് ഇരിക്കാനും എല്ലാത്തിനും ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഫാൻസി ഐറ്റംസൊക്കെ വേറെ ഉണ്ട്, ചെരുപ്പുകൾ വേറെ. പിന്നെ അതുപോലെ തന്നെ ഇത് ആൻറ്റിക് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ, മാലകൾ അങ്ങനത്തെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഞങ്ങൾ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ, അതൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ സാധനമൊക്കെ മേടിച്ച് ഇറങ്ങി കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്ന, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.